പ്രിയങ്ങളെ, എല്ലാവർക്കും സുഖമാണോ? സുഖമായിരിക്കട്ടെ. ഞാനിന്നെൻ്റെ പ്രിയങ്ങളെ മനസ്സിന് സന്തോഷം തരുന്ന ഭംഗിയുള്ളൊരു കാഴ്ച കാണിക്കാം. അതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ലക്ഷ്മി ചേച്ചി ഒത്തിരി എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചേച്ചിയാണ്. പാലക്കാട്ടാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ചേച്ചി ഒരു ക്യാൻസർ ഫൈറ്ററാണ്. രോഗത്തിൻ്റേതായിട്ടുള്ള സർവ്വവേദനകളും എല്ലാ രീതിയിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നല്ല പോസിറ്റീവ് വൈബായിട്ട് എപ്പോഴും നല്ല ചിരിയോടെ ഇരിക്കുന്ന എനിക്കേറെ ഇഷ്ടപ്പെട്ട എൻ്റെ ലക്ഷ്മി ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ കാര്യം ഞാൻ അന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞത്, ചേച്ചിക്ക് കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ സപ്ലൈ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ അന്നത്തെ ലോങ് വീഡിയോയിൽ പറയുമ്പോൾ കുറച്ച് പേരൊക്കെ ചേച്ചിയുടെ നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞാൻ അതിനകത്ത് മറുപടി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ ഇടാനൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2 ദിവസം മുമ്പേ പത്തനംതിട്ടയ്ക്ക് ചേച്ചിക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സാധനങ്ങളൊക്കെ അയച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. നേരത്തെയും ചേച്ചി എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. അതിനകത്ത് കുറച്ച് ഐറ്റംസ് ഇപ്രാവശ്യം വന്നത് അതെ, ഇത് രാമശ്ശേരി ഇഡലിപ്പൊടിയാണ്. ഇത് ചമ്മന്തിപ്പൊടി, പിന്നെ ഇത് ഇഡലി അല്ലാത്ത നോർമൽ ഇഡലിപ്പൊടി, ഇത് ഗ്രൗണ്ട് നട്ടിൻ്റെ പൊടി. ഈ ഐറ്റംസ് മാത്രമല്ല കേട്ടോ, കുറേ അച്ചാറുകളൊക്കെ ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കണ്ണിമാങ്ങ അച്ചാർ സൂപ്പറാണ്, അതും വന്നിട്ടുണ്ട്. പിന്നെ നാരങ്ങയും ഈന്തപ്പഴവും കൂടെയുള്ള അച്ചാർ, നാരങ്ങ അച്ചാർ, പിന്നെ അമ്പഴങ്ങയുടെ സീസണായപ്പോൾ അമ്പഴങ്ങയുടെ അച്ചാറുണ്ടായിരുന്നു, മാങ്ങ അച്ചാർ, അങ്ങനെ കുറേ. പിന്നെ നോൺ വെജ് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും. അപ്പോൾ ചേച്ചി ഇതൊക്കെ എനിക്ക് അയച്ചു തന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു സ്നേഹ സമ്മാനം അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഭംഗിയുള്ള സന്തോഷമുള്ള കാഴ്ചയെന്ന് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ വർഷം മുതൽ എന്നെ കൽപ്പാത്തി രഥോത്സവത്തിന് ചെല്ലാൻ വിളിക്കുകയാണ്. ഈ ഒരു വർഷം ഇപ്പം രഥോത്സവം ആകാറായിട്ടും എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് മുതൽ ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന ഒരു സ്നേഹ സമ്മാനമാണ്. അത് ഞാൻ കാണിക്കാം കേട്ടോ. ദേ ഈ സമ്മാനപ്പെട്ടി അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ എന്തോരം ഭംഗിയുള്ള കാഴ്ചയാന്ന് നോക്കിക്കേ. എനിക്കിത് എങ്ങനെയാണ് സന്തോഷം പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഈ പാലക്ക മോഡലിലെ വളയൊക്കെ ഞാൻ എന്തോരം കൊതിച്ചിരുന്നതാണെന്നറിയാമോ. എങ്ങനെ ചേച്ചി എൻ്റെ മനസ്സ് വായിച്ചു എന്ന് എനിക്കറിയില്ല. എൻ്റെ സന്തോഷം പറഞ്ഞാൽ തീരുമല്ലോ പ്രിയങ്ങളെ. ഇതൊക്കെ കണ്ടപ്പം എനിക്ക് തോന്നി ചേച്ചിക്കൊരു മോളുണ്ടായിരുന്നെങ്കിലെന്ന്. ചേച്ചിക്കൊരു മോനാണ് ഉള്ളത്. ഇത്രയും ഭംഗിയുള്ള സെലക്ഷനൊക്കെ അറിയാവുന്ന ആളിനൊരു മോളായിരുന്നെങ്കിൽ എത്ര സുന്ദരിയാക്കി കൊണ്ട് നടന്നേനെ അല്ലേ. ഈ സ്നേഹത്തിന് എന്ത് പകരം കൊടുക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്തായാലും എൻ്റെ പ്രിയങ്ങളിൽ ആർക്കെങ്കിലും ചേച്ചിയോട് സാധനങ്ങൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് ഈ ഓർണമെൻറ്റ്സ് ഒന്നുമല്ല, അച്ചാറുകളോ പൊടികളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ മൊബൈൽ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ചേച്ചി അയച്ചു തരുവേ.